അപ്പം ഇന്ന് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 16ാമത്തെ ദിവസം ഉച്ചയാട്ടോ. ഉച്ചയ്ക്കത്തെ അപ്ഡേറ്റ് ആണ്. എൻ്റെ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഇതാട്ടോ. ഇന്ന് രാവിലെ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞടത്ത് അല്പം മുറിഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഓക്കെ ആയി, പ്രശ്നമൊന്നുമില്ല. ഞാൻ അതിനുശേഷം കുളിച്ചതൊക്കെ. അപ്പോൾ ഉണ്ണിമേടത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടുള്ള ഒരു മെയിൻ ജോലിയാണ് ഇത് നീറ്റായി ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ചെയ്യുന്നതല്ല എവളാ. അപ്പോൾ അത് അവളോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റി. പറ ഉണ്ണി, എങ്ങനെയാണ് ചെയ്തത് നീറ്റായിട്ട്? വാട്ടർ വാട്ടർ നന്നായിട്ട് സ്പ്രേ ചെയ്യണം. എന്നിട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ അതങ്ങ് നല്ല വെറ്റായിട്ട് പിന്നെ നമ്മളൊരു കോട്ടൺ വെച്ചിട്ട് നല്ലതായിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ട് അവർ തരുന്ന ഒരു മരുന്നുണ്ട്. അത് ഈ കഴുത്തിൻ്റെ ഭാഗവും നമ്മൾ എടുത്ത ഭാഗവും, അതായത് നമ്മൾ ഈ ഡോണർ ഏരിയ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഡെയിലി രാവിലെയും വൈകിട്ടും അല്ലേ? രാവിലെയും വൈകിട്ടും ചെയ്യണം. അത്രേ ഉള്ളൂ, വലിയ ജോലിയൊന്നുമില്ല. പിന്നെ 7ാമത്തെ ദിവസം മാത്രം കുറച്ച് ഈ അലോവേര ജെല്ല് പുരട്ടിയിട്ട് പിന്നെ ഒത്തിരി നേരം കിടന്ന് നമ്മൾ റബ്ബ് ചെയ്തെങ്കിൽ മാത്രമേ മൊത്തം ബ്ലഡ് ക്ലോട്ട്സ് എല്ലാം ഇളകി പോകാൻ ടൈം എടുക്കും. അത് മാത്രം ഇച്ചിരി കൂടുതൽ പണിയുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻഫെക്ഷനൊക്കെ നമുക്ക് ഒരുവിധം ഈ നീറ്റായിട്ട് ക്ലീനിങ് ചെയ്താൽ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വെച്ചാൽ രാവിലെയും വൈകുന്നേരവും ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. രാവിലെയും വൈകുന്നേരവും നീറ്റായിട്ട്, ചെറിയ പെയിൻ ഉണ്ടാവും, അത്യാവശ്യം നന്നായിട്ട് റബ്ബ് ചെയ്തെടുക്കണം. ഈ താടിയുടെ ഭാഗത്ത് എനിക്ക് ചെറിയ പസ് ഉണ്ടായിരുന്നു, നീറ്റായി റബ്ബ് ചെയ്തെടുത്ത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് പോയത്. ആ ഒരു 7 ദിവസം കൊണ്ട് തന്നെ നീറ്റായിട്ട് നമ്മുടെ വുണ്ടെല്ലാം നല്ല ഹീലായി കിട്ടി. സോ ക്ലീനിങ് ഒരു വളരെ മുഖ്യമായിട്ടുള്ള ഘടകമാണ്. സോ ചെയ്ത് കഴിഞ്ഞവരെല്ലാം നീറ്റായിട്ടത് ഡെയിലി രാവിലെയും വൈകുന്നേരവും ഒരു വിട്ടുവീഴ്ചയും കൂടാതെ തന്നെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക. ആരെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും. കാരണം നമ്മുടെ ഈ ഡോൺ റേറ്റിൽ നമുക്ക് നേരാവണ്ണം കാണാൻ പറ്റണം എന്നില്ല. സോ ആരുടെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ആ ചെയ്യുന്നവർക്കുള്ള കാര്യം പറഞ്ഞാൽ രാവിലെയും വൈകിട്ട് നീറ്റായിട്ട് നമ്മൾ ഡോണർ ഏരിയ നീറ്റായിട്ട് ആദ്യം NS വാട്ടർ സ്പ്രേ ചെയ്യുക. എന്നിട്ട് ആ കോട്ടൺ നന്നായി NS വാട്ടറൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കോട്ടണിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. ചെറിയ പെയിനൊക്കെ ഉണ്ടാവും, ഒരു 4 ദിവസം വരെ ചെറിയ പെയിൻ ഉണ്ടാവും. പിന്നെ പാർശ്വലി പെയിൻ നന്നായിട്ട് കുറഞ്ഞു വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. ടാറ്റ എൻ്റെ പിള്ളേർക്ക്. ടാറ്റ.